ഇതെന്താ കറിയാച്ച, ഈ സാന്താക്ലോസ് അപ്പൂപ്പൻ തെങ്ങി കയറിയിരിക്കുന്നേ? ഇന്ന് അദ്ദേഹം നമ്മുടെ വീട്ടിലൊന്നും വരുന്നില്ലേ? പിന്നെ വരാതെ, അതിയാന്റെ ഇറക്കത്തിനുള്ള സമയം ആയി വരുന്നതല്ലേ ഉള്ളൂ. നേരമൊന്നും ആയില്ലല്ലോ. സാറേ, ഈ സാന്താക്ലോസ് അപ്പൂപ്പൻ എവിടുന്നാ സാറേ വരുന്നേ? വരുന്നത് എവിടുന്നാന്ന് ചോദിച്ചാ തൊട്ടടുത്ത ഞങ്ങളുടെ ഇടവകയെന്ന്. അല്ലാതെ അതിയാൻ എവിടുന്ന് വരാനാ? സഖാവെ, ഈ സഖാവ് ചോദിച്ചത് സാന്താക്ലോസിന്റെ വേഷം കെട്ടിയ സഖാവ് എവിടുന്ന് വരുന്നു എന്നല്ല, നമ്മുടെ മഹാബലിയെ പോലെ സാന്താക്ലോസ് എന്ന സങ്കല്പം എവിടുന്ന് വരുന്നു എന്നാ ചോദിച്ചേ. അറിയൂ? അത് നിങ്ങൾക്ക് ഇത് അവരറിയില്ലേ സഖാവേ? പണ്ട് നമ്മുടെ ഏഷ്യ മൈനറിലെ മൈറയുടെ ബിഷപ്പായിരുന്നു എന്ന് കരുതപ്പെടുന്ന സെയിന്റ് നിക്കോളാസാ സാന്താക്ലോസ് ആയിട്ട് മാറിയേ. അതെങ്ങനെയാ മാറിയെന്ന് ചോദിച്ചാ, അന്ന് ഉദ്ഭവിച്ച മതനവീകരണ പ്രസ്ഥാനത്തിന് ശേഷം യൂറോപ്പിലെ എല്ലാ പ്രൊട്ടസ്റ്റന്റ് രാഷ്ട്രങ്ങളിൽ നിന്നും ഇദ്ദേഹത്തിന്റെ ആരാധന അപ്രത്യക്ഷമായപ്പോ ഹോളണ്ടുകാർ ഈ വിദ്വാനെ സിൻഡർക്ലാസ് എന്ന് പേരുമാറ്റി പ്രതിഷ്ഠിച്ചു. അതിനുശേഷം വന്ന ഡച്ച് അധിനിവേശകര് ഈ പാരമ്പര്യത്തെ ന്യൂ ആംസ്റ്റർഡാമിലേക്ക് കൊണ്ടുവന്നു. അതായത് ഇന്നത്തെ ന്യൂയോർക്കിലേക്ക്. അവിടുത്തെ സായിപ്പന്മാരാ ക്രിസ്മസ് രാവിന് കുട്ടികൾക്കുള്ള സമ്മാനവുമായി ഉത്തര ധ്രുവത്തിൽ നിന്നും വരുന്ന സാന്താക്ലോസ് ആയി ഇതിന് ഇന്ന് കാണുന്ന നിറവും ഭാവവും ഒക്കെ സമ്മാനിച്ചേ. അണ്ണാ, അപ്പൊ ഈ ക്രിസ്മസ് ട്രീകള് നമ്മളെ സാന്താക്ലോസ് അപ്പൂപ്പനാണോ ഉണ്ടാക്കിയേ? ഇവരൊന്നല്ലപ്പോ അതുണ്ടാക്കിയേ, അത് അങ്ങ് ജർമ്മനിയിലാ ഉണ്ടായേ. പണ്ടൊക്കെ ക്രിസ്മസിന്റെ വരവറിയിക്കാനും വേണ്ടി ഈ ഫിർമരത്തിന്റെ കൊമ്പുകൾ വളച്ച് അതിൽ ചെറിയ തോരണങ്ങളൊക്കെ വെച്ച് കെട്ടുന്ന പതിവുണ്ടായിരുന്നു. ആ റീത്ത് കുരുത്താണ് ഇന്ന് കാണുന്ന ഈ ട്രീ ഉണ്ടായതെന്നുവാ ഞമ്മള് കേട്ടിക്കണ്. ഹാജരെ, അപ്പോ ഈ ക്രിസ്മസ് കാർഡ് അത് ഞമ്മളെ കീഴയിലെ കായ് കളയാനും വേണ്ടി ബോംബെയിലെയും നാസിക്കിലെയും ഓഫ്സെറ്റ് കമ്പനിക്കാര് പടച്ചു വിടുന്നതാന്ന് ഇവിടെ ആയിരിക്കാൻ പോയാ അറിയാത്ത? സാറേ, ചരിത്രം ഇപ്പൊ എന്തായാലും ആ സാന്താക്ലോസ് അപ്പൂപ്പ ഇന്ന് നമുക്ക് തന്ന സന്ദേശത്തിൽ പറയുന്ന പോലെ പരിസ്ഥിതി പ്രശ്നങ്ങളിൽ നിന്നും ആഗോള സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും ഈ ക്രിസ്മസ് കഴിയുമ്പോഴെങ്കിലും നമ്മളെ രക്ഷിക്കണേന്നാ എന്റെ പ്രാർത്ഥന. അത് നിന്റെ പ്രാർത്ഥനയല്ലയോടാ. പരിസ്ഥിതിക്ക് എന്നാ കോട്ടം വന്നാലും ഈ ക്രിസ്മസ് കഴിയുമ്പോഴെങ്കിലും ആഗോളതലത്തിൽ ജോർജ് കുട്ടിയുടെ ഒഴുക്ക് പഴയതുപോലെ ആകണേന്നാ എന്റെ പ്രാർത്ഥന. വിത്തൊന്നിട്ടാൽ മറ്റൊന്ന് മുളയ്ക്കുമോ? Thank you.